പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2024 ഡിസംബർ മാസം 20 ഹല്ലേലൂയ വെള്ളിയാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിനെ സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. കരങ്ങളൊക്കെ ഉയർത്തി പിടിച്ചിട്ട് കർത്താവിനൊന്ന് സന്തോഷത്തോടെ സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ലേ? ഒന്ന് ഓർത്ത് നോക്കി, എത്ര അത്ഭുതകരമായിട്ട് കർത്താവ് നടത്തിയത്. സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്നെ നമ്മളെ അനുഗ്രഹിച്ചില്ലേ? കർത്താവിൻ്റെ വലിയ പ്രൊട്ടക്ഷൻ നമ്മൾ അനുഭവിച്ചില്ലേ? കരം ഉയർത്തിപ്പിടിച്ച് കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. അപ്പ ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ നമ്മളെ ഉണർത്തിയില്ലേ? അതിനാണ്ട് സ്തോത്രം പറഞ്ഞാട്ടെ. ദൈവകൃപയല്ലേ നമ്മൾ ഉണർന്നത്? കരം ഉയർത്തി കർത്താവിന് പറ. സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തീശുവിൽ നമ്മളെ ജയോത്സവമായി നടത്തുന്ന നമ്മുടെ അപ്പന്, ഹല്ലേലൂയ, ആനന്ദത്തോടെ നമ്മളെ നടത്തുന്ന അപ്പന്, സന്തോഷത്തോടെ നമ്മളെ കൈപിടിച്ച് നടത്തുന്ന നമ്മുടെ പിതാവിന് ആമേൻ. ഒരുമിച്ച് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം നാം സന്തോഷിച്ച് ആനന്ദിക്കുക. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നന്ദി കർത്താവേ. മഹത്വത്തിനും പുകഴ്ചകൾക്കും സ്തുതികൾക്കും യോഗ്യനായ ഞങ്ങളുടെ പിതാവിനെ ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അങ്ങ് ഞങ്ങളെ അങ്ങയുടെ മക്കളാക്കി തീർത്തതോർത്ത് സ്തോത്രം. അങ്ങ് സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും ഞങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ആമേൻ. യേശു ക്രിസ്തു മുഖാന്തരം ഞങ്ങൾക്ക് ലഭിച്ച നീതീകരണത്തിനായിട്ട് സ്തോത്രം. ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കാൻ സ്തോത്രം. ആമേൻ. അങ്ങയുടെ ഭവനത്തിൻ്റെ അവകാശികളാക്കി ഞങ്ങളെ മാറ്റിയിരിക്കുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിനോടുകൂടെ ഞങ്ങൾക്ക് കൂട്ടവകാശം തന്നതോർത്ത് ഞങ്ങൾ ഈ പ്രഭാതത്തിൽ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. നന്ദിയോടെ സ്തോത്രം. താങ്ക് യു ലോർഡ്. നന്ദിയോടെ സ്തോത്രം. നന്ദിയോടെ സ്തോത്രം. അങ്ങ് വലിയവനാകിയാൽ സ്തോത്രം. വിശ്വസ്ത ദൈവമാകിയാൽ സ്തോത്രം. അങ്ങ് മാറാത്തവനും അങ്ങ് മഹോന്നതനുമാകിയാൽ സ്തോത്രം. ഞങ്ങൾ ഒരുമിച്ച് അങ്ങേ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. സ്തുതിക്കുന്ന കർത്താവേ, സ്തുതിക്കുന്ന കർത്താവേ, സ്തുതിക്കുന്ന കർത്താവേ. 149 സങ്കീർത്തനം പറയുന്നു, യഹോവയെ സ്തുതിപ്പീൻ, യഹോവയ്ക്ക് പുതിയൊരു പാട്ടും ഭക്തന്മാരുടെ സഭയിൽ കർത്താവിന് സ്തുതിയും പാടുവിൻ. ഈ പ്രഭാതത്തിൽ പുതിയ പാട്ടുകളൊക്കെ പാടി ആമേൻ. നിങ്ങളുടെ ഉള്ളിൽ വരുന്ന പാട്ടുകളൊക്കെ പാടി കർത്താവിനെ അല്പസമയം സ്തുതിച്ചാട്ടെ. നന്ദിയോടെ സ്തോത്രം. ആമേൻ. യേശു നല്ലവനല്ലോ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. ആമേൻ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ കഴിഞ്ഞ പകൽക്കാലം ഞങ്ങളെ കാത്തു പരിപാലിച്ചല്ലോ, സ്തോത്രം. ഈ രാവിലെ ഞങ്ങളെ ആരോഗ്യത്തോടെ എഴുന്നേൽപ്പിച്ചല്ലോ, അതിന് സ്തോത്രം. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. നിന്റെ കുഞ്ഞുങ്ങൾ എവിടെ നിന്ന്, ഭൂമിയുടെ ഏതറ്റത്ത് നിന്ന് ഇന്ന് ഈ പ്രഭാത സന്ദേശം കേൾക്കുന്നെങ്കിലും അവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യം വ്യാപരിക്കട്ടെ. തിരുവഴുത്തി പറഞ്ഞല്ലോ, ഞാൻ വചനമായിച്ച് വിടുവിക്കും. അതെ അപ്പം ഇന്ന് തൻ്റെ കുഞ്ഞുങ്ങളുടെ ഏത് വിഷയമാണോ അവിടേക്ക് ദൈവത്തിൻ്റെ വചനം ആമേൻ കടന്നു ചെല്ലട്ടെ. ആമേൻ. ഹല്ലേലൂയ. വചനത്തെ തടയാൻ ആർക്കും കഴിയത്തില്ലല്ലോ. ആമേൻ. യേശുവിൻ്റെ നാമത്തിൽ ദൈവത്തിൻ്റെ വചനം കടന്നു ചെല്ലട്ടെ. വിടുതലുകൾ സംഭവിക്കട്ടെ രോഗത്തിന്മേൽ, ആമേൻ, ശാപത്തിന്മേൽ, ആമേൻ, ജീവിതത്തിൽ നേരിടുന്ന സകല വിഷയങ്ങളുടെ മേലും യേശു ക്രിസ്തുവിൻ നാമത്തിൽ അത്ഭുതം നടന്നിരിക്കുന്നതിനായിട്ട് സ്തോത്രം. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന നന്മകളെ അനുഭവിച്ച് ജീവിപ്പാൻ, ആമേൻ, അവകാശങ്ങളെ അവകാശമാക്കി ജീവിപ്പാൻ, നന്മകളെ അവകാശമാക്കി ജീവിപ്പാൻ തൻ്റെ മക്കളെ ഒരുക്കുന്ന കൃപകൾക്കായിട്ട് സ്തോത്രം. യേശു ക്രിസ്തു നാമത്തിൽ എല്ലാ തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ഇപ്പോൾ പരിഹരിക്കപ്പെടട്ടെ. അടിപ്പിണലുകളുടെ സൗഖ്യത്തിനായിട്ട് സ്തോത്രം. ആ സൗഖ്യം തൻ്റെ കുഞ്ഞുങ്ങളുടെ ലൈഫിൽ മാനിഫെസ്റ്റഡ് ആകുന്നതിന് സ്തോത്രം. സാമ്പത്തികമായ എല്ലാ ബുദ്ധിമുട്ടുകളും മാറി യേശുവിൻ നാമത്തിൽ ആമേൻ അത്ഭുതകരമായ വിടുതൽ സംഭവിക്കട്ടെ. ജോലിയിലുള്ള വിഷയങ്ങൾ, വിഷമങ്ങൾ മാറിപ്പോകട്ടെ. കുടുംബജീവിതത്തിനകത്തുള്ള അസ്വരസ്യങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. കുഞ്ഞുങ്ങളെ ബ്ലസ് ചെയ്യുന്നു. അനുസരണയുള്ള കുഞ്ഞുങ്ങളായി തീരട്ടെ. പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ട ദൈവഹിത പ്രകാരമുള്ള കുഞ്ഞുങ്ങളായി മാറട്ടെ. അതുപോലെ കർത്താവിൽ ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേല ചെയ്യുന്നവരെ അനുഗ്രഹിക്കുന്നു. അവരുടെ മേലും കർത്താവിൻ്റെ വലിയ പ്രൊട്ടക്ഷൻ ഉണ്ടാകണം. ശത്രുവിൻ്റെ ദൃഷ്ടി അവരുടെ മേൽ വീഴാതെ സൂക്ഷിക്കണം. കർത്താവ് കരുതുന്നതിന് സ്തോത്രം. പ്രാർത്ഥന കേട്ട കർത്താവിന് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. ഈ പ്രഭാതത്തിൽ എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം. കർത്താവ് അനുവദിച്ചാൽ ഇന്ന് രാവിലെ ഇന്ത്യൻ സമയം 8:15 ആകുമ്പോൾ നമ്മുടെ ഇന്നത്തെ സഭായോഗം ആരംഭിക്കും. പ്രാർത്ഥനയോടുകൂടെ എല്ലാ ദൈവമക്കളും അതിൽ പങ്കെടുക്കണമേ എന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ശ്രദ്ധിച്ച് ഇന്ന് പ്രഭാതത്തിൽ
1 പത്രോസിൻ്റെ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം ഇങ്ങനെ പറഞ്ഞു: നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞു ചുറ്റി നടക്കുന്നു. അതിൻ്റെ മുകളിലത്തെ വാക്യം മുതൽ നമ്മൾ വായിക്കാൻ പോവുകയാണ്. 6-ാമത്തെ വാക്യം മുതൽ വായിക്കാം. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പീൻ. അപ്പോൾ എല്ലാ ദൈവമക്കളും ഓർത്തിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ദൈവം ഉയർത്തുന്ന ദൈവമാണ്. അതിന് ദൈവം ഒരു അപ്പോയിൻറ്റഡ് ടൈം വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. കർത്താവ് എന്നാ ചെയ്യുന്നത്? ഒരു അപ്പോയിൻറ്റഡ് ടൈം കർത്താവ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനു വേണ്ടി ഹല്ലേലൂയ ദൈവത്തിൻ്റെ ആ കരങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ താന്നിരിക്കുവാൻ പഠിക്കണം. നമ്മളെടുത്ത് ചാടണ്ട. കർത്താവ് നമ്മളെ എന്ത് ചെയ്യും? തക്ക സമയത്ത് ഉയർത്തും. കരമുയർത്തി പറഞ്ഞ്, കർത്താവ് എന്നെ തക്ക സമയത്ത് ഉയർത്തും. അതായത് ദൈവ സാന്നിധ്യത്തിനകത്തിരിക്കുന്നവർ, ദൈവ ശബ്ദത്തിനായി കാത്തിരിക്കുന്നവർ ദൈവിക സമയത്തിനായി കാത്തിരിക്കണം. ആമേൻ. നിങ്ങൾ അവൻ്റെ കൈകൾ ഏൽപ്പിക്കുമ്പോൾ അവൻ നമ്മളെ എന്ത് ചെയ്യും? ഉയർത്തുക തന്നെ ചെയ്യും. ഒരു അപ്പോയിൻറ്റഡ് ടൈമുണ്ട്. കർത്താവ് നമ്മളെ ഉയർത്തുന്ന ഒരു പർട്ടിക്കുലർ ടൈം കർത്താവ് വെച്ചിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും പിശാച് നമ്മളോട് പറയും ദൈവം ഉയർത്തത്തൊന്നുമില്ല. ഇതാണ് പിശാചിൻ്റെ തന്ത്രം. അതുകൊണ്ടാണ് അടുത്ത വാക്യം പറയുന്നത്. പിന്നെ പറയും, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ. അപ്പോൾ നിങ്ങളുടെ ഉയർച്ചയ്ക്ക് ആവശ്യമായത്, നിങ്ങളുടെ മുൻപോട്ടുള്ള യാത്രയ്ക്ക് ആവശ്യമായത്, ആമേൻ, ഈ ലോക ജീവിതത്തിൽ നമുക്ക് ആവശ്യമായതെല്ലാം നമ്മുടെ കർത്താവ് കരുതി വെച്ചിരിക്കുന്നത് കൊണ്ട് എന്ത് ചെയ്യണം? നിങ്ങളുടെ ചിന്താകുലങ്ങൾ എല്ലാം കർത്താവിൻ്റെ മേലിട്ടുകൊള്ളുക. കാരണം ചിന്തകളെയാണ് എപ്പോഴും പിശാച് അറ്റാക്ക് ചെയ്യാൻ നോക്കുന്നത്. നമ്മുടെ മനസ്സിൽ ആകുലത ആദ്യം വരുന്ന എവിടെയാണ്? ചിന്തകളില്ല വരുന്നത്. എല്ലാ പ്രശ്നവും ആരംഭിക്കുന്ന ചിന്തകളില്ല. അപ്പോൾ ചിന്തയെ അറ്റാക്ക് ചെയ്യാൻ നോക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ചിന്തകൾ കർത്താവിൻ്റെ മേലിട്ടേക്കണം. കാരണം എനിക്കറിയാം, എനിക്ക് വേണ്ടി ശോഭനമായത് കർത്താവ് ഒരുക്കിയിട്ടുണ്ട്, ശ്രേഷ്ഠമായത് ഒരുക്കിയിട്ടുണ്ട്. അതിനായിട്ട് ഞാൻ സ്തോത്രം പറയുന്നു. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഏറ്റവും ബെസ്റ്റ് കർത്താവ് ഒരുക്കിയിട്ടുണ്ട്. ഹല്ലേലൂയ. എൻ്റെ ജോലിയിൽ കർത്താവ് എനിക്ക് വേണ്ടി ഏറ്റവും ബെസ്റ്റ് ഒരുക്കിയിട്ടുണ്ട്. എൻ്റെ കുടുംബജീവിതത്തിൽ എനിക്ക് ഏറ്റവും ബെസ്റ്റ് കർത്താവ് ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചിന്തകളെ ഭരിക്കാൻ നോക്കുന്ന പൈശാചിക ശക്തിയെ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ ദൈവത്തിൻ്റെ വചനത്താൽ ഞാൻ ജയിക്കുവാൻ തയ്യാറാണ്. അവിടെയാണ് വിജയം നടക്കുന്നത്. അപ്പം അവിടെ പറയുന്നു, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ബോധ്യം വേണം. എൻ്റെ ദൈവം എനിക്ക് വേണ്ടി എല്ലാം ഒരുക്കിയിട്ടുണ്ട്. എൻ്റെ ദൈവം എനിക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്. എൻ്റെ ദൈവം, എൻ്റെ കർത്താവ് എന്നെ എല്ലാ നിലയിലും അത്ഭുതമായി നടത്തും എന്ന ഒരു വിശ്വാസം നമ്മുടെ അകത്തുണ്ടാകണം. അടുത്തത് പറയുന്നു, അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മൾ നിർമ്മതരായിരിക്കണം, ഉണർന്നിരിക്കണം. അതായത് ഈ ഒരു ബോധ്യമില്ലാത്തവരെ തപ്പി പിശാച് നടക്കുക. അലർന്ന സിംഹം പോലെ ആരെയാണ് വിഴുങ്ങാൻ പറ്റുന്നത്? ഈ ചിന്തകളിൽ പരാജയപ്പെടുന്നവരെ. അതായത്, അയ്യോ ഇനി ദൈവം എനിക്ക് വേണ്ടി ചെയ്യുമോ, കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമോ, കർത്താവ് എനിക്ക് വേണ്ടി എൻ്റെ കാര്യം നടത്തി തരുമോ എന്ന് ഭാരപ്പെട്ട് നടക്കുന്നവരെ പിടിക്കാൻ വേണ്ടിയാണ് പിശാച് നടക്കുന്നത്. പക്ഷെ നമുക്കൊരു ബോധ്യം വേണം, എൻ്റെ ദൈവം എന്നെ തക്ക സമയത്ത് ഉയർത്തും. 1. 2, എൻ്റെ ബോധ്യം എന്തായിരിക്കണം? ഞാൻ ആമേൻ, കർത്താവ് എനിക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്. എൻ്റെ ഭാവിക്ക് വേണ്ടി, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, എൻ്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് വേണ്ടി കർത്താവ് എനിക്ക് കരുതിയിട്ടുണ്ട്. അതുകൊണ്ട് പിശാചിൻ്റെ പദ്ധതികൾ എൻ്റെ ലൈഫിൽ നടക്കത്തില്ല എന്ന ഒരു ഉറപ്പ് നമുക്ക് വേണം. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ പിശാചിൻ്റെ പദ്ധതികളെ നമ്മൾ എന്ത് ചെയ്യണം? തകർത്തെറിയണം. എങ്ങനെ? നമ്മൾ പറയണം, യേശു എനിക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്, എനിക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്, എനിക്ക് വേണ്ടി നന്മകൾ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് നമ്മുടെ നാവ് കൊണ്ട് ഡിക്ലെയർ ചെയ്യുക. കേട്ടോ? കർത്താവ് അനുഗ്രഹിക്കട്ടെ. ചിന്തകളെ ഒരിക്കലും പിശാചിന് വിട്ടുകൊടുക്കരുത്. ചിന്തകളെ ദൈവവചനം കൊണ്ട് നിറയ്ക്കണം. ഈ വചനത്താൽ ഈ പ്രഭാതത്തിൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും, അടയാളങ്ങൾ നടക്കും, വീര്യപ്രവൃത്തികൾ നടക്കും. നമ്മൾ വിശാലമാകും, നമ്മൾ ഉയർച്ച പ്രാപിക്കും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവേർഡ്. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു.